ഹായ് ഹലോ, ഞാനിന്ന് എത്തിയിരിക്കുന്നത് കോട്ടയം സ്റ്റൈലിൽ കുരുമുളകിട്ട് വരട്ടിയ പോർക്കും പിന്നെ കപ്പയുമായിട്ടാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ ഒരുപാട് വിശേഷങ്ങളുള്ള ഇന്നത്തെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. പിന്നെ ആദ്യം തന്നെ പറയട്ടെ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ എന്ന് ചെറിയൊരു ഫംഗ്ഷൻ വീട്ടിൽ നടക്കുന്നുണ്ട്. ആ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് കുറേ അധികം ഐറ്റംസ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു ഐറ്റം ഇന്ന് എൻ്റെ വക സ്പെഷ്യലാണ്. ബാക്കി ഐറ്റംസ് എല്ലാം ഓൾറെഡി റെഡിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫംഗ്ഷൻ എന്താണെന്ന് ലാസ്റ്റ് കാണാം കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഡൈനിങ് ടേബിളിൽ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് എല്ലാവർക്കും അറിയാം, പന്നി. ഒത്തിരി പേർക്കൊന്നും ഇഷ്ടമില്ലാത്ത സാധനമാണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പേര് പോർക്ക് കഴിക്കും. അപ്പോൾ പോർക്ക് കൊണ്ടൊരു സ്പെഷ്യൽ, അതായത് പോർക്ക് വരട്ടിയതും പിന്നെ കപ്പ വെച്ചിട്ടുണ്ട്, കപ്പ പുഴുങ്ങിയതും. ഇതാണ് എൻ്റെ വക ഇന്നത്തെ സ്പെഷ്യൽ. കപ്പ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പോർക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പോർക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 2 കിലോ പോർക്കാണ്. കുറച്ച് ഗസ്റ്റ് ഉണ്ട് കേട്ടോ, എക്സ്ട്രാ ഗസ്റ്റ് ഉള്ളത് കാരണം എല്ലാവർക്കും വേണ്ടി, എല്ലാവരും കഴിച്ചില്ലെങ്കിലും കുറച്ച് പേര് കഴിക്കും. അപ്പോൾ അതിനുവേണ്ടി 2 കിലോ പോർക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കിലോ പോർക്കിന് ആവശ്യമായ ഐറ്റംസാണ് ഞാൻ ഇടാൻ പോകുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ട് ഈ ഐറ്റംസിൻ്റെ അളവ് കുറയ്ക്കട്ടെ. 1 കിലോ ആണെങ്കിൽ എല്ലാം അതിൻ്റെ പകുതി ഇട്ടാൽ മതി. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോണത് ഈ പോർക്കിനെ ഒരു കുക്കറിലേക്ക് ഇടുക കേട്ടോ. ഞാൻ ഈ പോർക്ക് ഉപ്പും വിനാഗിരിയും ചേർത്ത് കുറച്ച് സമയം, ഒരു 15 മിനിറ്റ് വച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പോർക്കിൻ്റെ ഒരു പ്രത്യേക സ്മെല്ല് മാറിക്കിട്ടാൻ ഇത് സഹായിക്കും. ഓക്കെ. ഇതിലേക്ക് ചേടാൻ പോണത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. നമ്മളത് മാരിനേറ്റ് ചെയ്യേണ്ട സാധനങ്ങൾ മാത്രമാണ് ആദ്യം ഇടുന്നത്. 2 ടേബിൾ സ്പൂൺ തന്നെ മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇത്രയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഇതിന് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ പോർക്ക് അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്ന് ചുരുങ്ങും, അതാ പോർക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ മാരിനേറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വേവിക്കാം കേട്ടോ അതിനെ. അപ്പോൾ നമ്മുടെ പോർക്ക് ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ കുക്കറിൽ അടച്ചിട്ട് ഞാൻ സ്റ്റവ് ഓൺ ചെയ്യാൻ പോവാണേ. അത്യാവശ്യം നന്നായിട്ട് വേവേണ്ട സാധനമാണ് പോർക്ക്. ബീഫിൻ്റെ അത്രയും വേവണ്ടെങ്കിലും ഒരു 5 വിസിലെങ്കിലും വേവണം. അതിൽ 5 വിസിലിൽ ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിൽ ഇടുക. ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അത്യാവശ്യം വെന്ത് കിട്ടും. പിന്നെ നമ്മൾ വരട്ടി എടുക്കും, അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ പോർക്ക് അവിടെ നിന്ന് വേവുന്ന അതേ സമയത്ത് നമ്മൾ മറ്റൊരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കപ്പ ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ പോർക്ക് 5 വിസിൽ വരട്ടെ, കപ്പ അവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ പോർക്ക് നമ്മൾ 5 വിസിൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കപ്പ ഇവിടെ നിന്ന് വേവുന്നുണ്ടേ. കപ്പ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണേ. ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് അത് ഇളക്കി വെച്ച് കൊടുക്കാം. അപ്പോഴും ഒന്ന് പിടിച്ചു വരുള്ളൂ കേട്ടോ ഉപ്പ്. ഓക്കെ. അപ്പോൾ കപ്പ വേവട്ടെ. അപ്പോൾ നമ്മുടെ പോർക്കും കപ്പയും വെന്തിട്ടുണ്ട്. രണ്ടും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കപ്പ ഇവിടെ ഇരിപ്പുണ്ട്, പോർക്കും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പോർക്കിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായിരിപ്പുണ്ട്. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണക്കായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. പന്നിയിറച്ചി എപ്പോഴും വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അത്ര വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്ന്. ബാക്കി അതിൽ പന്നിയിറച്ചി തന്നെ ഒരു നെയ്യുണ്ട് പോർക്കിൽ, അതെല്ലാം കൂടെ വന്നോളൂ ഇതിലേക്ക്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണ്ടേ. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ട് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കണ്ടേ. ഇതെല്ലാം 2 കിലോയ്ക്ക് വേണ്ടിയാണേ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി അധികം ഞാൻ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് ഞാൻ 1 കപ്പ് കണക്കാക്കിയിട്ട് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കണ്ടേ. തേങ്ങാക്കൊത്ത് പോർക്കിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അത് ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം.
അപ്പോൾ തേങ്ങാക്കൊത്ത് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഇടാൻ പോണത് ചതച്ചെടുത്ത ഇഞ്ചിയാണ്. ഇഞ്ചിയും 4 ടേബിൾ സ്പൂൺ തന്നെ എടുത്തിരിക്കുന്നത്. ചതച്ചെടുക്കുകയോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം നന്നായിട്ട് മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇടാൻ പോകുന്നത് 2 വലിയ ഉള്ളിയാണ്. 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും പറഞ്ഞ പോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഇടാൻ പോണത് പച്ചമുളകാണ്. ഒരു 15 പച്ചമുളക് ചെറുതായി എടുത്തിട്ടുണ്ട്. ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ, ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി. ഇനി കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു അല്പസമയം 2 മിനിറ്റ് ഒന്ന് വേവിക്കാം കേട്ടോ. വേവിച്ചതിന് ശേഷം നമുക്കൊന്നും കൂടെ വരട്ടിയെടുക്കാം. നമ്മുടെ സവാളയും ബാക്കി മിക്സൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോണത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് കുരുമുളകാണ്. അപ്പോൾ ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ട് പെപ്പർ കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നമ്മളിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പോർക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേ പോർക്ക് നന്നായിട്ട് വെന്തിരിപ്പുണ്ടേ. അപ്പോൾ അതിൽ അത്യാവശ്യം നെയ്യൊക്കെ ഇങ്ങനെ ഊർന്നിപ്പുണ്ട്. നമ്മൾ ഫ്ലെയിം ഒന്ന് മാക്സിമം ആക്കിയിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. വറ്റിച്ചതിന് ശേഷം നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കുരുമുളകും തേങ്ങാക്കൊത്തും ഒക്കെ ആയിട്ട് വരട്ടിയ നമ്മുടെ പോർക്ക് വരട്ടിയത്, അല്ലെ പോർക്ക് ഫ്രൈ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നുള്ളത് കേട്ടോ. ഒന്നും കൂടെ വേണമെങ്കിൽ വരട്ടിയെടുക്കാം. ഞങ്ങളിതിലിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകും കേട്ടോ. കപ്പയുടെ കൂടെ കഴിക്കുക ഒരു ടേസ്റ്റ് കുറച്ചൊരു നനവുള്ളത്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം കുറേ അധികം ഐറ്റംസിൻ്റെ കൂടെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ കാണാം. ഓക്കെ. ഇത് നമ്മുടെ പോർക്ക് കേട്ടോ, കുരുമുളകിട്ട് വരട്ടിയ പോർക്ക് റെഡിയാണ്. അടിപൊളിയാക്കി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. പ്ലസ് കപ്പ. പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഇന്നത്തെ സെലിബ്രേഷൻ്റെ കാര്യം. എൻ്റെ യൂട്യൂബ് ചാനൽ 30,000 സബ്സ്ക്രൈബേഴ്സ് ആയ എൻ്റെ സെലിബ്രേഷനാണ്. പ്ലസ് എൻ്റെ മോൻ ബബ്ലു, ഹായ് പറഞ്ഞടാ, ബബ്ലു ആദിത്യ, അവൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. രണ്ടിൻ്റെയും സെലിബ്രേഷനാണെന്ന്. അപ്പോൾ കുറേ ഗസ്റ്റൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എല്ലാവരും കാണാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യാൻ പോണത്, ഇത് ഇത്രയും ഞങ്ങൾ പോർക്ക് കഴിക്കുന്നത് ബബ്ലു മോൻ കഴിച്ച് ബാക്കിയുള്ളൊരു പോർക്ക് കഴിക്കുന്നവരാട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യാം. ജസ്റ്റ് പോർക്ക് എങ്ങനെയുണ്ട് ഇത് തന്നെ പറയട്ടെ. കാണുമ്പോൾ ഭയങ്കര യമ്മിയാണ് കണ്ടല്ലോ. ഉദയ് പിന്നെ പോർക്കിൻ്റെ ആളാട്ടോ. ഞാൻ ഇച്ചിരിച്ച കപ്പയും, കപ്പ സ്പെഷ്യലൊന്നുമില്ല, വെറുതെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഒരു സാധാ രീതിയിൽ വെറുതെ വേവിച്ചെടുത്ത കപ്പയാണ്. സ്പെഷ്യൽ കപ്പ എന്ന് പറയാൻ പറ്റില്ല. നിനക്ക് വേണ്ട കപ്പ? എല്ലാവർക്കും കുറച്ച് പോർക്കും കൂടെ കൊടുക്കുക കേട്ടോ. അടിപൊളിയായിട്ട് കേട്ടോ പോർക്ക്. കാണാൻ ഭയങ്കര ഭംഗിയായിട്ടുണ്ട്, യമ്മിയായിട്ടുണ്ട്. ബിച്ചുവേ പോർക്ക് പെട്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാൻ എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളിയാണോ? നാളികേരക്കത്തൊക്കെ വേണേ. ഞാൻ എടുത്തില്ലല്ലോ, തീർന്നു പോർക്ക്. യെസ്, ശരിക്കും നാളികേരക്കൊത്തൊക്കെ ആയിട്ട് യമ്മിയായിട്ടിരിപ്പുണ്ട് കേട്ടോ. കഴിച്ചു നോക്കിയിട്ട് പറയൂ. മോൻ ഫസ്റ്റ് ടൈം കഴിക്കുക കേട്ടോ, ചെറിയ മോൻ. അവൻ്റെ ആഗ്രഹമാണ് പോർക്ക് കഴിച്ചു നോക്കണമെന്ന്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ട് ബോബി ഫസ്റ്റ് കഴിക്കുന്ന എങ്ങനെയുണ്ട്? സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ. ബിച്ചു എങ്ങനെയുണ്ട്? സൂപ്പർ.
എല്ലാവരും പറഞ്ഞത് കറക്റ്റ് കേട്ടോ, ശരിക്കും യമ്മിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് വേറെ ലെവലാണ് ഈ പോർക്ക്. ഉറപ്പായിട്ടും ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കുരുമുളകിട്ട് വരട്ടിയ പോർക്ക്. സോ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.